بسم الله الرحمن الرحيم الحمد لله اللهم صل على محمد وعلى آله وصحبه أجمعين أما بعد ബഹുമാനികളെ, വിശുദ്ധമായ റമദാനിന് ശേഷം നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. പലപ്പോഴും റമദാനിൽ സ്ത്രീകൾ ധാരാളം വീട്ടുജോലികൾ ചെയ്യാറുണ്ട്. നമ്മളും പലപ്പോഴും പുരുഷന്മാരും പലപ്പോഴും പല ജോലികളും ചെയ്യുന്നവരാണ്. നമ്മുടെ ഇബാദത്തുകൾ നമുക്കറിയാം. നിസ്കാരം, നോമ്പ്, ദിക്ർ എല്ലാം ഇബാദത്തുകളാണ്. എന്നാൽ അപ്രകാരം നമുക്ക് നമ്മുടെ സാധാരണ പ്രവർത്തികൾ, വീട്ടുജോലികൾ അടക്കം ഇബാദത്താക്കി മാറ്റാൻ സാധിക്കുന്നതാണ്. അള്ളാഹുവിനുള്ള ഇബാദത്താക്കി പ്രതിഫലം ലഭിക്കുന്ന കർമ്മമാക്കി മാറ്റാൻ സാധിക്കും. ഞാനിങ്ങനെ ആലോചിച്ചു, റമദാനാകുമ്പോൾ പലപ്പോഴും സ്ത്രീകൾ ഒരു 3 മണിക്ക് അടുക്കളയിൽ പോകും. ചിലര് അസംസ്കരിച്ചിട്ട് പോകുന്നവരുണ്ടാകും. എന്നിട്ട് ഭക്ഷണമുണ്ടാക്കുകയും പത്തിരി ചുടുകയും ചായ ഉണ്ടാക്കുകയും അതുപോലെ ജ്യൂസ് ഉണ്ടാക്കുകയും ഫ്രൂട്ട്സ് അരിയുകയും അതെല്ലാം ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടേയിരിക്കും. 3 മണി മുതൽ 6:30 വരെ ജോലി. ചിലപ്പോൾ അതിനു മുമ്പ് മുറ്റം അടിച്ചു വാരണം, അതുപോലെ മറ്റു പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കും. യഥാർത്ഥത്തിൽ നാം മനസ്സിലാക്കിയ കാര്യം, നിസ്കരിക്കല് അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന കർമ്മമാണ്. ദിക്ർ ചൊല്ലല്, സ്വലാത്ത് ചൊല്ലല് ഒക്കെ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. എന്നാൽ ഭക്ഷണം ഉണ്ടാക്കുക എന്നത്, അതുപോലെ നാം ഹലാലായിട്ട് മാത്രം കാണുന്ന കാര്യങ്ങൾ വരെ നിയ്യത്ത് നന്നാക്കിയാൽ പ്രതിഫലം ലഭിക്കുന്നതാണ്. അദ്കിയായിൽ തന്നെ പറഞ്ഞത് കാണാം. അദ്കിയാ നമുക്ക് ബാക്കി പറയാനുണ്ട്. വതകൂനു ഔഖാത്തുൽ മുബാഹി ബിനിയ്യത്തി മസ്റൂഫതൻ ഫിൽ ഖൈരി ഫസ്ഹുബിൽ ഇഅ്തിലാ. മുബാഹിന്റെ സമയം അത് നിയ്യത്ത് ചെയ്താൽ അത് ഇബാദത്തായി മാറുന്നതാണ്. മസ്റൂഫതൻ ഫിൽ ഖൈരി, അത് നന്മയായി മാറും. ഉറക്ക് ഒരു പുണ്യകർമ്മമാക്കി മാറ്റാൻ കഴിയും. കുളി ഒരു പുണ്യകർമ്മമാക്കി മാറ്റാൻ കഴിയും. അലക്കുക എന്നത് ഒരു ഇബാദത്താക്കി അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം കിട്ടുന്ന ഒരു കർമ്മമാക്കി മാറ്റാൻ കഴിയും. ഇപ്പൊ നോമ്പിന് തന്നെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നൊരു ഉദാഹരണം പറഞ്ഞല്ലോ. യഥാർത്ഥത്തിൽ നോമ്പ് തുറക്കുന്നവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. നോമ്പ് തുറപ്പിക്കൽ പുണ്യമാണ്. നോമ്പ് തുറപ്പിക്കാനുള്ള ഭക്ഷണവും സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്നത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ ഉപ്പയാകാം, ഭർത്താവാകാം. അത് പാകം ചെയ്യുന്നു. എന്തിന്? നോമ്പ് തുറക്കുമ്പോൾ ഭക്ഷിക്കാനുള്ള ഭക്ഷണം. നോമ്പ് തുറക്കാൻ വേണ്ടി വിരുന്നുകാരുണ്ടെങ്കിൽ വിരുന്നുകാർക്ക് വേണ്ടി നാം ഒരുക്കുകയാണെങ്കിൽ, ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ, ജ്യൂസ് ഉണ്ടാക്കുകയാണെങ്കിൽ, അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ, ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ, പത്തിരി ഉണ്ടാക്കുകയാണെങ്കിൽ, നോമ്പുകാർക്ക് നോമ്പ് തുറപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കുമ്പോൾ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹുവിൽ നിന്നും കൂലി ലഭിക്കാനാണ് ഈ ഭക്ഷണം ഞാൻ ഉണ്ടാക്കുന്നത്. നോമ്പ് തുറപ്പിക്കുന്നവരെ നോമ്പ് തുറപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയാണ് എന്ന ഒരു പുണ്യമായ കാര്യമാണ്. മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യൽ പുണ്യമാണ്. അല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അള്ളാഹു അവന്റെ അടിമക്ക് സഹായം ചെയ്യും. അടിമ സുഹൃത്തിന് സഹായം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഭർത്താവിന് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ മക്കൾക്ക് ഭക്ഷണമുണ്ടാക്കി കൊടുക്കുമ്പോൾ, അത് വലിയ പ്രതിഫലമായിട്ട് നാം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രതിഫലമുണ്ട്. അല്ലെങ്കിൽ ഇനി പുരുഷന്മാർ ഭാര്യയ്ക്ക് ഹെൽപ്പ് ചെയ്തു കൊടുക്കുകയാണ് അടുക്കള ജോലിയിൽ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു എന്ന ഹദീസിലുണ്ടല്ലോ. ആയിഷ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അത് നിയ്യത്ത് നന്നാക്കിക്കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ മുബാഹിന്റെ ടൈമുകൾ മസ്റൂഫത്തൻ ഫിൽ ഖൈരി, അത് ഇബാദത്തായി മാറുന്നതാണ്. അപ്പോൾ നാം അടുക്കളയിൽ പോകുമ്പോൾ ഉച്ചക്ക് ഫുഡ് തിന്നാൻ അടുക്കളയിൽ പോവുകയാണ്. അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ മക്കൾക്കും മാതാപിതാക്കൾക്കും ഭർത്താവിനൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനാണ് എന്ന് കരുതിക്കൊണ്ടും നമ്മുടെ ഇബാദത്തുകളൊക്കെ ചെയ്യാൻ ആരോഗ്യം വേണം. ദിക്ർ ചൊല്ലണമെങ്കിലും ഇബാദത്ത് ചെയ്യണമെങ്കിലും നിസ്കരിക്കണമെങ്കിലും ആരോഗ്യം വേണം. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ഇബാദത്തിന് സഹായകരമാകാൻ വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്ന ചിന്തയിലുണ്ടാക്കി കൊടുക്കണം. ഭക്ഷണമുണ്ടാക്കുന്നത് മറ്റുള്ളവരുടെ പ്രയാസം നീക്കി കൊടുക്കലാണ്. മക്കളുടെ പ്രയാസം, ഭർത്താക്കന്മാരുടെ പ്രയാസം, ഭാര്യമാരുടെ പ്രയാസം, അതുപോലെ മറ്റു കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ പോക്കിക്കൊടുക്കലാണ് എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഒരു പ്രയാസം നീക്കിക്കൊടുക്കുകയും ഒരു സഹായം ചെയ്യുക എന്നത് പുണ്യകർമ്മമാണ്. അപ്പോൾ നമ്മുടെ ഭൗതികമായ ഇടപെടലുകൾ പലതും നാം അതൊരു പുണ്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടും പുണ്യകർമ്മമായി നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് ചെയ്താൽ അള്ളാഹുവിന്റെ അടുക്കൽ കൂലി ലഭിക്കണം എനിക്ക് എന്ന് മനസ്സിലാക്കിക്കൊണ്ടും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യലാണ്, സഹായിക്കലാണ്. മറ്റുള്ളവർക്ക് സഹായങ്ങളും ഹെൽപ്പുകളും ചെയ്യുന്നത് വലിയ പുണ്യകർമ്മമാണല്ലോ. നമ്മുടെ സമ്പത്ത് കൊണ്ട് ഒരാൾക്ക് സ്വതക്ക ചെയ്താൽ അത് സ്വതക്കയുടെ കൂലി കിട്ടുമെന്ന് നമുക്കറിയാം. അതിന് സ്വതക്ക ചെയ്യണമെങ്കിൽ പണം കയ്യിൽ വേണം, പൈസ വേണം. പൈസ വേണമെങ്കിൽ ചിലപ്പോൾ നാം അധ്വാനിക്കേണ്ടി വരും, ജോലി ചെയ്യേണ്ടി വരും, കച്ചവടം ചെയ്യേണ്ടി വരും, പ്രവർത്തിക്കേണ്ടി വരും. അപ്പോൾ ജോലിക്ക് പോകുന്നത് എന്തിനാണ്? നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, നമ്മുടെ ഭാര്യക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, അതുപോലെ പാവങ്ങൾക്ക് സ്വതക്ക ചെയ്യാൻ, നമ്മുടെ പള്ളിക്കും മദ്രസക്കും സ്ഥാപനങ്ങൾക്കും ധർമ്മം ചെയ്യാനാണ് എന്ന് കരുതിക്കൊണ്ട് നാം ജോലി ചെയ്യുകയാണെങ്കിൽ ആ ജോലി പുണ്യകർമ്മമാണ്. നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഭക്ഷണം നാം കടയിൽ പോയി ഭക്ഷണം കൊണ്ടുവരുന്നത് എന്തിനാണ്? നമ്മുടെ കുടുംബത്തെ നമുക്ക് നിർബന്ധമായിട്ടും ചെലവ് കൊടുക്കൽ നമ്മുടെ മേൽ വാജിബാണ്. വാജിബ് എന്ന് പറഞ്ഞാൽ എടുത്താൽ കൂലി ലഭിക്കുന്നതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ സ്വഹാബികൾ തങ്ങളോട് ചോദിച്ചു, ഞങ്ങളുടെ വീട്ടിൽ ദാനം ചെയ്യുന്നത്, വീട്ടുകാർക്ക് ഭക്ഷണം നൽകുന്നത്, ഞങ്ങളെ വീട്ടിലേക്ക് അരി വാങ്ങി കൊടുക്കുന്നത്, പച്ചക്കറി വാങ്ങി കൊടുക്കുന്നത്, ഫ്രൂട്ട്സ് വാങ്ങി കൊടുക്കുന്നത്, വീട്ടിലേക്ക് ആവശ്യമായ വസ്തുക്കൾ കൊണ്ടുപോയി കൊടുക്കുന്നതിന് പ്രതിഫലം ലഭിക്കുമോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ഭാര്യയുടെ വായിലേക്ക് നീ നൽകുന്ന ഭക്ഷണത്തിന്റെ ഓരോ പിടിയും നിനക്ക് സ്വതക്കയാണ്, പ്രതിഫലാർഹമാണ്. അത് ജോലിക്ക് പോകുന്നത് പ്രതിഫലമാണ്, ഉറങ്ങുന്നത് പ്രതിഫലമാണ്. ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കില്ല. നേരത്തെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ ഇബാദത്ത് ചെയ്യാൻ ഉന്മേഷമുണ്ടാവുകയില്ല, ഉറക്കു തൂങ്ങിക്കൊണ്ടിരിക്കും. ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കൂല, ഉറക്കു തൂങ്ങിക്കൊണ്ടിരിക്കും. അതുപോലെ ശരീരത്തിന് ക്ഷയം വരും, ആരോഗ്യം ഇല്ലാതെയാകും. അപ്പോൾ ഉറങ്ങുക എന്നത് ഒരു പുണ്യകർമ്മമാണ് എന്ന്, ഏതിനു വേണ്ടി? ഇബാദത്തിന് സഹായകരമാണ് എന്ന നിലക്ക്. അല്ലാതെ ഉറങ്ങുക എന്നത് നിരുപാധിക പുണ്യകർമ്മമല്ല. നിയ്യത്ത് നന്നാക്കിയാൽ ഉറങ്ങുന്നതിന് മുമ്പ് ചൊല്ലേണ്ട ദിക്റുകളൊക്കെ ചൊല്ലി ഒരു പുണ്യകർമ്മമാണ് എന്ന നിലക്ക് എനിക്ക് രാവിലെ എഴുന്നേറ്റ് സുബീഹിക്ക് ഉറക്കു തൂങ്ങാതെ നിസ്കരിക്കണമെങ്കിലും പകലിൽ ഖുർആനോദണമെങ്കിലും ഇബാദത്തുകൾ ചെയ്യാനൊക്കെ ആരോഗ്യം ഉണ്ടാവണമെങ്കിലും ഉറങ്ങണം എന്ന് മനസ്സിലാക്കി ഉറങ്ങിയാൽ പുണ്യമാണ്. അലക്കുകയാണെങ്കിൽ ഭർത്താവിന്റെ നിസ്കരിക്കാനുള്ള ഡ്രസ്സ് അലക്കുകയാണ്, അദ്ദേഹത്തെ സഹായിക്കുകയാണ്, മക്കളെ സഹായിക്കുകയാണ്, കുടുംബത്തെ സഹായിക്കുകയാണ്, മാതാപിതാക്കളെ സഹായിക്കുകയാണ്. മറ്റുള്ളവർക്ക് സഹായം ചെയ്യൽ പുണ്യമാണല്ലോ എന്ന് മനസ്സിലാക്കി ബിസ്മി ചൊല്ലി നിയ്യത്തൊക്കെ നന്നാക്കി ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന്റെ അടുക്കൽ അതിന് പ്രതിഫലം ലഭിക്കും. അതുകൊണ്ട് തന്നെ വീട്ടുജോലികളൊക്കെ ചെയ്യുമ്പോഴൊക്കെ നാം
പരലോകത്തിന് അതിന്റെ കൂലി കിട്ടണം. എന്റെ മക്കളെ നോക്കിയതിന്റെ കൂലി കിട്ടണം, മക്കൾക്ക് ഹെൽപ്പ് സഹായം ചെയ്തതിന്റെ കൂലി കിട്ടണം, മറ്റുള്ളവരെ സഹായിക്കാൻ പുറത്ത് ഒരാൾക്ക് നമ്മൾ ഒരു വീട്ടിൽ പോയി സഹായം ചെയ്തു കൊടുത്താൽ, കല്യാണ വീട്ടോ അല്ലെങ്കിൽ അയൽവാസിക്ക് ഒരു പ്രയാസമുണ്ടെങ്കിൽ അവിടെ പോയി ഞാൻ ഭക്ഷണം ഉണ്ടാക്കി അവർക്ക് ഹെൽപ്പ് ചെയ്താൽ അത് അള്ളാന്റെ അടുക്കൽ കൂലി ലഭിക്കില്ലേ? എങ്കിൽ സ്വന്തം വീട്ടിൽ ചെയ്യുന്നതിനും കൂലി ലഭിക്കുന്നതാണ്. അതുപോലെ നാം കുളിക്കുകയാണെങ്കിൽ ദുർഗന്ധം അത് മലക്കുകൾക്ക് ഇഷ്ടമല്ല, കുളിക്കാൻ മുത്തുനബി പ്രോത്സാഹിപ്പിച്ചതാണ്. അത് മാത്രമല്ല നിസ്കരിക്കുമ്പോഴൊക്കെ നല്ല വാസനയുണ്ടാവണമല്ലോ എന്ന് കരുതിക്കൊണ്ട് ആണ് നാം നിർവഹിക്കുന്നതെങ്കിൽ ആ കുളിക്ക് ബിസ്മി ചൊല്ലി കുളിച്ചാൽ, നിയ്യത്ത് ചെയ്ത് കുളിച്ചാൽ, അല്ലെങ്കിൽ നിയ്യത്ത് നന്നാക്കി കുളിച്ചാൽ നമുക്ക് പ്രതിഫലം ലഭിക്കും. അതുപോലെ നാം ചെയ്യുന്ന ധാരാളം ഓരോ പ്രവൃത്തിയും, വീട് അടിച്ചുവാരൽ, വൃത്തി, അത് ഈമാനിന്റെ ഭാഗമാണ്. ആ ഈമാനിന്റെ ഭാഗമായതുകൊണ്ടാണ് ഞാൻ ഈ ചെയ്യുന്നത് എന്ന് കരുതി ചെയ്യണം, എങ്കിൽ അതിന് പ്രതിഫലം ലഭിക്കും. അതുപോലെ മുറ്റമടിച്ചു വാരൽ നബിതങ്ങൾ തന്നെ പ്രേരിപ്പിച്ച ഒരു ഹദീസിലുണ്ട്, വൃത്തിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വൃത്തിയാക്കുന്നുവെന്ന് കരുതിക്കൊണ്ട് വൃത്തിയാക്കുന്നിടത്തൊക്കെ വൃത്തിയാക്കുക. ഇങ്ങനെ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് ഇസ്ലാം കൽപ്പിച്ചതാണ്. മുഹമ്മദ് റസൂൽ തങ്ങൾ മുത്തുനബി ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, ഇതൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെയാണ് ജീവിക്കേണ്ടത് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കുന്നത് പുണ്യമാണ്, കാരണം ആരോഗ്യം വേണം. ഇബാദത്ത് ചെയ്യണമെങ്കിൽ ആരോഗ്യം വേണം. അപ്പോൾ 5 വക്ത് നിസ്കരിക്കാനും സുന്നത്ത് നിസ്കരിക്കാനും ദിക്ർ ചൊല്ലാനൊക്കെ ആരോഗ്യമുണ്ടാവാനാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അതിനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. എൻ്റെ മക്കൾക്ക് ആരോഗ്യമുണ്ടാവണം, അവരെ ഇൽമു പഠിപ്പിക്കാൻ അവർക്ക് ആരോഗ്യമുണ്ടാവണം, ബുദ്ധിയുണ്ടാവണം. ഇങ്ങനെ നാം ചെയ്യുന്ന ഭൗതിക കാര്യങ്ങൾ നിയ്യത്ത് നന്നാക്കി ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ പ്രതിഫലം ലഭിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ ഒരു വ്യക്തി ഇങ്ങനെ നടന്നു പോവുകയാണ്, യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറായി ഉഷാറിൽ വരികയാണ്. അപ്പോൾ സഹാബികൾ പറഞ്ഞു, ഇയാൾ നല്ല മനുഷ്യനാണ്. മറ്റൊരാള് ജോലിക്ക് വേണ്ടി ഇങ്ങനെ തിരക്ക് കൂട്ടി പോകുന്നു. അപ്പോൾ സഹാബികൾ പറഞ്ഞു, അയാൾക്ക് ജോലിന്റെ തിരക്കേ ഉള്ളൂ. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ആ ജോലിക്ക് പോകുന്നവൻ അയാളുടെ പ്രായമുള്ള മാതാപിതാക്കളെ സംരക്ഷിക്കാനാണ് പോകുന്നതെങ്കിൽ, അയാളുടെ ഭാര്യയെ സംരക്ഷിക്കാനും ചെലവ് കൊടുക്കാനുമാണ് പോകുന്നതെങ്കിൽ, അയാളുടെ മക്കൾക്ക് ചെലവ് കൊടുക്കാനും നന്മക്ക് വേണ്ടിയാണ് പോകുന്നതെങ്കിൽ, ആ ജോലി ചെയ്യുന്നത് ദാനധർമ്മങ്ങൾ പാവങ്ങൾക്ക് നൽകാനും അയാൾ ദീനിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് പോകുന്നതെങ്കിൽ, അയാൾ ഫീ സബീലില്ലാഹ് അള്ളാഹുവിന്റെ വഴിയിലാണ് അയാളുള്ളത്. അള്ളാഹു അയാൾക്ക് പ്രതിഫലം നൽകുന്നതാണ്. അതുപോലെ ഇങ്ങനെ നന്മകൾ, മക്കളെ കെട്ടിക്കൽ പുണ്യമാണ്. അത് ഒരാൾ ഒരു പെൺകുട്ടിയെ വളർത്തി വലുതാക്കുന്നത് അവൻ സ്വർഗത്തിലെത്തിക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ആൺമക്കൾക്ക് നന്നാക്കുന്നത് അവൻക്ക് പ്രതിഫലാർഹമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു മക്കളെ വിവാഹം ചെയ്തയക്കുന്നത് അത് അവരെ സഹായിക്കലാണ്, അതിന് പ്രതിഫലമുണ്ട്, സ്വർഗമുണ്ടെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം ചെയ്യുന്ന വീട്ടുജോലികൾ, നാം ചെയ്യുന്ന പൊതുപ്രവർത്തനങ്ങൾ അതൊക്കെ അള്ളാന്റെ പൊരുത്തത്തിലായിട്ട് കരുതുകയും മറ്റുള്ളവരെ സഹായിക്കൽ പുണ്യമാണെന്ന് കരുതുകയും ചെയ്തുകൊണ്ട് ചെയ്യണം. അതുപോലെ യാത്ര പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക്, നമ്മുടെ സ്നേഹിതന്മാരിലേക്ക് യാത്ര പോകുന്നത് പുണ്യമാണെന്ന് അവരെ മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും. സ്നേഹബന്ധങ്ങൾ നല്ലതാണെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിയ്യത്ത് നന്നാക്കണം. വെറും നിസ്കരിക്കുമ്പോൾ നിയ്യത്ത് നന്നാക്കലുണ്ട്, ദിക്ർ ചൊല്ലുമ്പോൾ നിയ്യത്ത് നന്നാക്കലുണ്ട്, അതൊക്കെ ഒരു ഇബാദത്തായി കാണലുണ്ടെങ്കിൽ ഇതിനെയും നാം നിയ്യത്ത് നന്നാക്കിയാൽ ഇബാദത്തായി മാറുന്നതാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്താൽ പരലോകത്ത് നമ്മുടെ വലത്തെ ഏടിൽ അതൊക്കെ വലിയ പ്രതിഫലമായിട്ട് ലഭിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ നമ്മുടെ ഭൗതികമായ പ്രവർത്തനങ്ങളൊക്കെ, ഈ നോമ്പൊക്കെ കഴിഞ്ഞു, ഇനി റമദാനൊക്കെ കഴിഞ്ഞു, ഇനി നമ്മൾ പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതൊക്കെ നിയ്യത്ത് നന്നാക്കിക്കൊണ്ട് ചെയ്യുക. അതിനൊക്കെ വലിയ പ്രതിഫലം ലഭിക്കുന്നതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.